Good morning, all. Good morning. Good morning, ma'am. Good morning. So, last ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആയിരുന്നു. സോ നമുക്ക് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിനും കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ്. ഈ ഒരു കോൺട്രാക്ടിനെയാണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഓഫർ ലെറ്റർ കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഡീറ്റെയിൽസ് ദ റെസ്പോൺസിബിലിറ്റി, റൈറ്റ്സ്, ഒബ്ലിഗേഷൻ ഓഫ് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ അവരുടെ റൈറ്റ്സും ഒബ്ലിഗേഷനും എംപ്ലോയറുടെയും എംപ്ലോയറുടെയും അത് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. പണ്ട് മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറൽ ആയിട്ടുള്ള എന്തായിരുന്നു കോൺട്രാക്ട് ആയിരുന്നു ഇത് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊരു എന്താ പറയുക പ്രൂഫ് ഇല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കമ്പൽസറി ആണ്. സോ അത് എംപ്ലോയീസിന്റെ എല്ലാ റൈറ്റ്സിനെയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടെയ്ൻസ് several major components which outline the rights and responsibility of both employer and employer. എംപ്ലോയിയുടെയും എംപ്ലോയറിന്റെയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ പിന്നീട് അതിനെ കുറിച്ചിട്ട് തർക്കങ്ങളോ കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമുക്കൊരു പ്രൂഫ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ റേറ്റ് ഓഫ് പേ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. A contract of employment must include the terms and conditions related to employees' payment. അപ്പൊ ടേംസ് റേറ്റ് ഓഫ് പേ റിലേറ്റഡ് ആയിട്ട് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടായിരിക്കും. നമ്മുടെ എംപ്ലോയിക്ക് എത്ര എമൗണ്ട് ആണ് സാലറി, ബേസിക് പേ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ആൾസോ ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ പേയ്മെന്റ്, നമ്മൾ ഓരോ മന്ത്ലി പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഓരോ കമ്പനിയെ സംബന്ധിച്ചും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വേജ് സ്കെയില് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാലറി ആയാലും വേജസ് ആയാലും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ കമ്പനിയിലും ഓരോ രീതിയിലായിരിക്കും. സോ അതവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഇന്ന മെത്തേഡ് ആണ് എന്ന് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓൺ ദ അതർ ഹാൻഡ് ബോണസ്, commission and any other payment which an employee receive should also be mentioned in employment contract. അപ്പൊ ഈ സാലറി കൂടാതെ ബോണസ്, കമ്മീഷൻ, മറ്റെന്തെങ്കിലും പേയ്മെന്റ് നമ്മൾ എംപ്ലോയീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി റേറ്റ് ഓഫ് പേയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി അവേഴ്സ് ഓഫ് വർക്ക് ആണ്. മിനിമം അവേഴ്സ് ഓഫ് വർക്ക്, ഓരോ എംപ്ലോയീസും എത്ര മിനിമം അവേഴ്സ് ഓഫ് വർക്ക് ചെയ്യണം എന്നുള്ളത് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡിസൈഡിങ് മിനിമം അവേഴ്സ് ഓഫ് വർക്ക് is difficult for both employer and employer. The employer takes guarantee of worker that the worker is available for those working hours. നമ്മൾ ഈ ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ട് 10 to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ വർക്കർ ആ ഒരു എന്താണ് ഓർഗനൈസേഷനിൽ വേണം, അത് നിർബന്ധമാണ്. ആൻഡ് എംപ്ലോയർ വിൽ പേ ഫോർ ദ വർക്കർ ഫോർ ദോസ് വർക്കിംഗ് അവേഴ്സ് ഈവൻ ഇഫ് ദർ ഇസ് നോ വർക്ക്. ഒരു 10 to 5 എന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ വർക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് ക്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് റോ മെറ്റീരിയൽസിന് ഷോർട്ടേജ് വന്നു, സോ പ്രൊഡക്ഷൻ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ പോലും നമ്മൾ ആ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കണം, എംപ്ലോയീസിന് കൊടുക്കണം. ഹാവിംഗ് എ ഹൈ നമ്പർ ഓഫ് മിനിമം വർക്കിംഗ് അവേഴ്സ് ഇൻ എ വീക്ക് പ്രൊവൈഡ് എ ഗ്യാരണ്ടീഡ് എമൗണ്ട് ഓഫ് മണി ടു ദ വർക്കേഴ്സ്. ഒരു ഹൈ നമ്പർ ഓഫ് മിനിമം വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് നല്ല എമൗണ്ട് ആർക്ക് കിട്ടും, എംപ്ലോയിക്ക് കിട്ടും. ഇഫ് ദ worker fail to perform the work in those hours, നമുക്ക് ഒരു ടാർജറ്റ് ഉണ്ട് 100 യൂണിറ്റ്സ് പെർ അവർ നമ്മൾ ചെയ്യണം എന്നുള്ളത്. സോ നമ്മൾ ആ ടാർജറ്റ് എന്ത് ചെയ്തില്ല, അറ്റൈൻ ചെയ്തില്ലെങ്കിൽ അത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിനെ, വർക്കിന്റെ ഫ്ലെക്സിബിലിറ്റിനെ ബാധിക്കും. കാരണം മേ ബി നമ്മുടെ കമ്പനി നമുക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ലേസി ആയിട്ടാണ്, മടിയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മാറ്റി വേറൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കറിനെ വെക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള അവറിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എംപ്ലോയിനെ സംബന്ധിച്ച്.
ഇനി ലെങ്ത് ഓഫ് ദ കോൺട്രാക്ട്. മിക്ക എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും ആക്ച്വലി കൺസെപ്റ്റ് ആണ്. നമുക്ക് എംപ്ലോയിക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ചെയ്യാനായിട്ട് പറ്റും. മേ ബി 1 month പ്രയർ നമ്മളത് എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുക്കണം. ഓക്കെ, നോട്ടീസ് ഓഫ് റിട്ടയർമെന്റിനെ കുറിച്ചുള്ള നോട്ടീസ് നമ്മൾ 1 month ബിഫോർ നമ്മളത് സബ്മിറ്റ് ചെയ്യണം. ചില കേസുകളിൽ ഒരു ഫിക്സഡ് ടൈം പീരീഡ് പറയും. ചില കേസുകൾ, ചില കോൺട്രാക്ട്, ചില എംപ്ലോയ്മെന്റിൽ ഫിക്സഡ് ടൈം പീരീഡ് പറയും. ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ജോബിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വർക്കേഴ്സ് ടേൺ ഓവർ ഉണ്ടല്ലോ, ചില വർക്കേഴ്സ് ഈ ഒഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെങ്ത് ഓഫ് കോൺട്രാക്ട് ഫിക്സഡ് പറയുന്നത്. 2 years ഫിക്സഡ് ടൈം പീരീഡ് പറയുന്നത്. ഓക്കെ, many employment contracts are based on the at-will concept. ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എല്ലാം ബേസ് ചെയ്തിരുന്ന at-will concept ബേസിലാണ്. It means that it is no fixed time limit for employment. നമ്മൾ ഫിക്സഡ് ടൈം ലിമിറ്റ്, എംപ്ലോയ്മെന്റിന് ഫിക്സഡ് ടൈം ലിമിറ്റ് പറയുന്നില്ല at-will concept ആണെങ്കിൽ. It allow both employer and employee to decide the time on which contract will get terminated. എംപ്ലോയർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, എംപ്ലോയിക്കും എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. On the other hand, there are 2 other situations in which employment contract may apply. Employee may be contracted only for a limited time period. വേറെ 2 കേസുകളുണ്ട്. എംപ്ലോയിക്ക് ആ ഒരു ടൈം പീരീഡിൽ മാത്രമായിരിക്കും നമ്മളായിട്ട് കോൺട്രാക്റ്റിൽ ഉണ്ടാവുള്ളൂ. This is the common, നമ്മൾ സാധാരണയായിട്ട് വരുന്ന പ്രൊജക്ട് ഡിറൈവ് ജോബ്സ് ഒക്കെ ഉണ്ടാവും. ഒരു 2 years പ്രൊജക്ട് ആണെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ കമ്പനിക്ക് 2 years മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. Sometimes employees hired for long duration such as a period of 2 years or more than years. അപ്പോൾ ചില എംപ്ലോയീസ് നമ്മൾ ഹയർ ചെയ്യുമ്പോൾ തന്നെ പറയും, ഇവിടെ 2 years കോൺട്രാക്ട് പീരീഡ് ഉണ്ട്, ആ ഒരു പീരീഡ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കമ്പനി ജോബ് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറയും. If the employee opt to resign the job even though he is in contract, then it may be subject to some civil law action against the employee. Suppose നമ്മുടെ ആ ഒരു ജോബിൽ കോൺട്രാക്ട് ജോബ് ആയിരുന്നു, എന്നുവെച്ചാൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 years കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നിട്ടും റിസൈൻ ചെയ്യുകയാണെങ്കിൽ സിവിൽ ലോ ആക്ഷൻസ്, എംപ്ലോയിക്കെതിരെ എംപ്ലോയർക്ക് സിവിൽ ലോ ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. കോമ്പൻസേഷൻ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും, എംപ്ലോയി പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ജോബിന് പോകുന്ന സമയത്തും എന്താണ് കോൺട്രാക്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് കെയർഫുൾ ആയിരിക്കണം. കോൺട്രാക്ട് പീരീഡ് എത്രയാണെന്ന് നോക്കണം. ചില കമ്പനീസിലൊക്കെ ചിലപ്പോൾ 6 months ഒക്കെ ആയിരിക്കും. 6 months ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ആ ഒരു 6 months നിങ്ങൾ കമ്പൽസറി ആയിട്ട് അവിടെ പോകും. ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാം. 2 years ഒക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം എന്താണ്, 2 years കോൺട്രാക്ട് പീരീഡ് നമുക്ക് 2 yearsനുള്ള എന്തെങ്കിലും ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റും. ഇനി ഹോളിഡേ 6 ലീവുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് സിക്ക് ലീവുകളെ കുറിച്ചിട്ടും ഹോളിഡേ ലീവ്സിനെ കുറിച്ചിട്ടും കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. The contract of employment also specify company's holiday and sick leave policy. കമ്പനിയുടെ ഹോളിഡേനെ കുറിച്ചിട്ടും സിക്ക് ലീവ് പോളിസിനെ കുറിച്ചിട്ടും ഈ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. Paid holidays and sick leave of the employee are depending on the location where employee live. അപ്പോൾ ഈ ഹോളിഡേ സിക്ക് ലീവ് ഒക്കെ എംപ്ലോയിയുടെ ലൊക്കേഷൻ അനുസരിച്ച് മാറും. The employer is free to increase employees leave. അപ്പൊ ഇനി എംപ്ലോയിയുടെ ലീവ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് പറ്റും, എംപ്ലോയർക്ക് പറ്റും. The employer can do this if he want. ഇപ്പൊ ഈ വാണ്ട്സ് വെച്ചാൽ അദ്ദേഹത്തിന് എംപ്ലോയിനെ വേണമെന്നുണ്ടെങ്കിൽ ലീവ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കും. The procedure for requesting holiday and sick leave should be also mentioned in the employment contract. അപ്പൊ എത്ര നാൾ മുമ്പ് നമ്മൾ ഹോളിഡേ ലീവ്സ് വേണ്ടി അപ്ലൈ ചെയ്യണം. സിക്ക് ലീവ് നമുക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട വരികയാണെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ടാവും, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ടെർമിനേഷൻ ഓഫ് employment should also be detailed in employment contract. Employment contract നമ്മൾ ടെർമിനേഷനെ കുറിച്ചിട്ട് എംപ്ലോയ്മെന്റ് ടെർമിനേഷനെ കുറിച്ചിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. The contract must include information about how to terminate employment. Employment എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ടാവും. These rules will tell
employee how much notice an employee should be given to employer, as well as some other factors such as restriction on the type of work after leaving the job. കുറച്ച് കാര്യങ്ങൾ ഈ നോട്ടീസ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്, എത്ര മന്തിന് മുമ്പ് നമ്മൾ നോട്ടീസ് ഓഫ് ടെർമിനേഷൻ അല്ലെങ്കിൽ നോട്ടീസ് അത് കൊടുക്കണം എന്നുള്ളത്. അതേപോലെ ചിലപ്പോൾ റിസ്ട്രിക്ഷൻ ഉണ്ടാവും, നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ജോബ് റിസൈൻ ചെയ്തിട്ട് ഇത്ര ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് മറ്റൊരു ഇതേ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ കമ്പനീസിലേക്ക് പെട്ടെന്ന് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് വെച്ചാൽ കീ റോളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നത്. ഈ റെസ്ട്രിക്ഷൻ സൈൻ ചെയ്തിട്ടുണ്ടാവും, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മള് ഈ ഒരു ജോബ് ലീവ് ചെയ്ത് ഒരു 1 ഇയറിനുള്ളിൽ മാത്രമേ ഇതേപോലുള്ള ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. Many organizations will get employee to resign a document which restrict the employee to work with any competitors immediately after leaving the job. ഈ ജോബ് ലീവ് ചെയ്ത് അപ്പൊ തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സൈൻ ചെയ്ത് വാങ്ങിക്കും. ദിസ് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ടിങ് ദ ട്രേഡ് സീക്രട്ട് ഓഫ് ദ കമ്പനി. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ട്രേഡ് സീക്രട്സ് മറ്റാരായിട്ടും പാസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. മിക്ക കമ്പനീസിലും നമുക്ക് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കാണാം. ഓറലായിട്ടും റിട്ടേൺ ആയിട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്. എന്നാൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്നത് ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുള്ളൂ. റേറ്റ് ഓഫ് പേ, അവേഴ്സ് ഓഫ് വർക്ക്, ലെങ്ത് ഓഫ് ദ കോൺട്രാക്ട്, ഹോളിഡേ ആൻഡ് സിക്ക് ലീവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ദെൻ ലാസ്റ്റ് പറഞ്ഞത് എംപ്ലോയ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് കാര്യങ്ങളുമാണ് ലാസ്റ്റ് പറയാൻ. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മളിവിടെ നോട്ട് ചെയ്തത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കോ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റും കണ്ടൻസും. റീഡ് ചെയ്തിട്ടോ.
ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ് ആണ്. നമ്മൾ എംപ്ലോയിനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രോസസ്സ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ എംപ്ലോയി കറക്റ്റ് ആയിട്ട് ആ ഒരു ജോബ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എംപ്ലോയി ആ ജോബ് പെർഫോം ചെയ്താൽ മാത്രമാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. The main aim of selection procedure is to select among the numerous applicants the best applicant for the given job opening. Main purpose, selection procedure main purpose എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവും, നമ്മുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ ഒരു ജോബിന് സെലക്ട് ചെയ്യാം. This process is successful only when the selected employee give their best to their job. ആ ഒരു ജോബിന് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പെർഫോം ചെയ്താൽ മാത്രമാണ് അത് സക്സസ്ഫുൾ ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. വർക്ക് സിൻസിയർലി ടു അച്ചീവ് ദാറ്റ് ഗോൾ. നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൻസിയർലി നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രോസസ്സ് സക്സസ്ഫുൾ ആവുള്ളൂ. The effectiveness of the selection process should be assigned from time to time. നമ്മൾ സെലക്ഷൻ പ്രോസസ്സിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ടൈം ടു ടൈം അസസ് ചെയ്യേണ്ടതാണ്. Dell S. Banks recommends that the selection procedure should be audited regularly to measure its effectiveness. So നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് എഫക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നത്. The below mentioned questions can be given a broad and comprehensive guidelines for the assessment of the selection program. സെലക്ഷൻ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആദ്യം പറയുന്നത് അനലൈസ് ഓഫ് ദ പ്രോഗ്രാം. നമുക്ക് ആ പ്രോഗ്രാം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചെക്ക് whether HR management theory and practice match with the selection program. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി പ്രാക്ടീസും ഈ സെലക്ഷൻ പ്രോഗ്രാമിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. സി ഇഫ് ദ സെലക്ഷൻ പോളിസീസ് ആർ ക്ലിയർലി റിട്ടേൺ ആൻഡ് പ്രോപ്പർലി ഫോളോഡ്. നമ്മൾ സെലക്ഷൻ പോളിസീസിനെ കുറിച്ചിട്ട് ക്ലിയർലി റിട്ടേൺ ചെയ്തിട്ടുണ്ടോ, ആ റിട്ടേൺ ചെയ്ത പോളിസീസ് അനുസരിച്ചിട്ടാണോ എംപ്ലോയിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. എൻഷുർ എംപ്ലോയ്മെന്റ് പോളിസി മാച്ച് പബ്ലിക് പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് പോളിസി പബ്ലിക് പോളിസി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇഫ് വേജ് ബെനഫിറ്റ്സ് job satisfaction are good enough to attract and retain employees. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വേജ് ബെനഫിറ്റ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമ്മുടെ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ്, നമ്മുടെ എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റിറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരുന്നോ നമ്മൾ ചെയ്തിരുന്നത് ചെക്ക് ചെയ്യണം. Confirm the selection program and the procedure are clearly communicated to everyone concerned. അപ്പൊ നമ്മൾ സെലക്ഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും പ്രൊസീജിയറിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അനലൈസ് ഓഫ് പ്രോഗ്രാമിൽ ഫസ്റ്റ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് തിയറി പ്രാക്ടീസ് ആർ ഇൻ ദ ലൈൻ വിത്ത് സെലക്ഷൻ പ്രോഗ്രാം ഓർ നോട്ട്. സെലക്ഷൻ പ്രോഗ്രാമിൽ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് തിയറി പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടുണ്ടോ. Whether the policies of selection are clearly stated and a proper process is created or not. പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മളിത് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ സെലക്ഷൻ പോളിസീസ് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ. Are employment and public policy at a par with each others or not. നമ്മൾ എംപ്ലോയ്മെന്റ് പോളിസീസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. Are the wage level, employment benefits, degree of satisfaction of employee within the organization good enough to able to attract and sustain good employees. നമ്മൾ പറയുന്നത് നമ്മൾ എംപ്ലോയ്മെന്റ്സിന് കൊടുക്കുന്ന വേജ് ലെവല്, അതേപോലെ ഞാൻ പറയാം മറ്റ് ബെനിഫിറ്റ്സ്, എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമ്മുടെ എംപ്ലോയീസിനെ കമ്പനി തന്നെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വരുന്നത് are the programs and procedure properly communicated to all those people
who are concerned and influenced by them. നമ്മുടെ സെലക്ഷന്റെ പ്രോഗ്രാംസും പോളിസീസും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. Then how effective is the implementation of the program? നമ്മൾ ഈ ഒരു എന്താ പറയാ സെലക്ഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എത്ര എഫക്റ്റീവ് ആയിട്ടാണ് എന്ന് നോക്കും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവാലുവേറ്റ് ഹൗ എഫക്റ്റീവ്ലി ദ പ്രോഗ്രാം ഇസ് ഇംപ്ലിമെന്റഡ്. നമ്മൾ ആ എത്ര നല്ല രീതിയിലാണ് ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്. ചെക്ക് വെദർ ദ സ്റ്റാഫ് എക്സിക്യൂട്ട് ദ പ്രോഗ്രാം ആർ പ്രോപ്പർലി ട്രെയിൻഡ്. നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാഫുകൾ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികളാണോ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ. കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്ലാൻഡ് ടാർജറ്റ്. ഇപ്പൊ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ്, എംപ്ലോയിയുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ ടാർജറ്റ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ടാർജറ്റ്സ് ചെയ്തിട്ടുണ്ടാവും, അതും തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യും, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എൻഷുർ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഫോളോഡ്. നമ്മൾ പറഞ്ഞിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ആ ഒരു എംപ്ലോയി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, how effective is implementing of programs? Are the people executing the employment program properly trained? ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തികൾ ട്രെയിൻഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. നമ്മൾ പറഞ്ഞ പോലെ ആക്ച്വൽ പെർഫോമൻസ്, നമുക്ക് ആ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്ത് വർക്ക് കൊടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ടാർജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് ഈ ഒരു ആക്ച്വൽ പെർഫോമൻസ് ഉയർന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ആർ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഗൈഡഡ് ക്രിയേറ്റഡ് ആർ യൂസ്ഡ്. നമ്മൾ ഗൈഡ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ അവരത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കും അനലൈസ് ഓഫ് റിസൾട്ടും നമ്മൾ നോക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നോക്കി, അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് നോക്കും, ഫീഡ്ബാക്ക് നോക്കും അല്ലെ. അണ്ടർസ്റ്റാൻഡ് ദ കമ്പനീസ് ഇമേജ് എമംഗ് നമ്മള് യൂണിവേഴ്സിറ്റീസ്, അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഏജൻസീസ്, കോളേജുകളിലൊക്കെ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള ഇമേജ് എങ്ങനെയാണ്, കമ്പനിയുടെ ജോബിനെ കുറിച്ചിട്ടുള്ള ഇമേജ് എങ്ങനെയാണ് എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ ഒന്ന് ഗ്യാദർ ചെയ്യും. നമ്മുടെ കമ്പനിയിലേക്ക് നമ്പർ ഓഫ് എംപ്ലോയീസ് വരാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. Find out if the research is done on selected and rejected candidates about their experience. അപ്പോൾ നമ്മൾ സെലക്റ്റഡും റിജക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഹയർ ചെയ്ത വ്യക്തികൾ, ഹയർഡ് എംപ്ലോയീസിനെ കുറിച്ചിട്ടും നമ്മൾ റിജക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അതിനുള്ള റീസൺ, നമ്മൾ ഏത് മെത്തേഡിലൂടെയാണ് ആ ഒരു വ്യക്തിയെ റിജക്ട് ചെയ്യാനായിട്ടുണ്ടായ കാരണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫൈ ദ റീസൺ വൈ ദ കാൻഡിഡേറ്റ്സ് റിഫ്യൂസ്ഡ് ജോബ് ഓഫർ. ഇനി നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ചിലപ്പോ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ജോബ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. നോക്കാട്ടെ, 1 minute. What kind of company image is developed in the eyes of the placement officers of university? യൂണിവേഴ്സിറ്റീസിന്റെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സിന് കമ്പനിയുടെ ഇമേജ് എങ്ങനെയാണ്? College, public and private employment agencies regarding the methodology used by the company for executing its recruitment program. Recruitment program execute ചെയ്യുന്നതിൽ ഇവരുടെ എങ്ങനെയാണ് ഈ കമ്പനി കൂടുതലായിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമോ, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് അത് ബെനിഫിഷ്യൽ ആണോ, നല്ല ഹൈ സാലറിയുടെ ആയിട്ടുള്ള ജോബ് കിട്ടുമോ എന്നൊക്കെയുള്ള അവരുടെ ഇമേജ് ഉണ്ടാവില്ല. അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യും, കമ്പനി കളക്ട് ചെയ്യും. ഓരോ കമ്പനീസിന്റെയും ആ കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. Has a research been conducted on currently hired employee? നമ്മൾ currently hired employee എടുത്തു, അതേപോലെ തന്നെ applicant discard നമ്മൾ റിജക്ട് ചെയ്ത എംപ്ലോയീസിന്റെ എടുത്തു ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണം. In order to find out the treatment given to them by the company during the selection procedure. നമ്മൾ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ സെലക്ഷൻ ടൈമിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തത്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, ചേഞ്ചസ് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കും. What is the number of candidates who have refused to join the organization? ചിലപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ടാവും. ഡ്യൂ ടു പുവർ വർക്കിംഗ് എൻവയോൺമെന്റ്, ലോ സാലറി പാക്കേജ്, പുവർ ഇമേജ്. അതിന് റീസൺ എന്താണ് എന്ന് കണ്ടെത്തും. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടെത്തും.
ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ഓഫ് റിസൾട്ട്, നമ്മുടെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. ദെൻ അനലൈസ് ഓഫ് റിസൾട്ടിലേക്ക് വരുമ്പോൾ മെഷർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയി. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിയുടെ പെർഫോമൻസ് ലെവൽ അനലൈസ് ചെയ്യും. കമ്പയർ ദ ടോട്ടൽ ആപ്ലിക്കന്റ് വിത്ത് നമ്പർ ഓഫ് റിക്രൂട്ടർ. നമുക്ക് എത്ര ആപ്ലിക്കൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ എത്ര പേരെ റിക്രൂട്ട് ചെയ്തു. ചെക്ക് ഹൗ മെനി റിക്രൂട്ട്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ പ്രൊബേഷൻ. നമ്മുടെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും 1 month എന്നുള്ളത്, 1 month 2 months 6 months പ്രൊബേഷൻ പീരീഡ്. ആ ഒരു പീരീഡ് എത്ര ആപ്ലിക്കൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കും. Find the percentage of employees who resign due to mismatch between job promise and actual condition. നമ്മൾ ജോബ് പ്രോമിസ് ചെയ്തത് കൊണ്ടും ജോബ് കൊടുത്ത സമയത്ത് ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആക്ച്വലിലേക്ക് വന്നപ്പോൾ ആക്ച്വൽ കണ്ടീഷനിലേക്ക് വന്നപ്പോൾ അതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് കാരണമായിട്ട് ആരൊക്കെ റിസൈൻ ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് എംപ്ലോയി ടേൺ ഓവർ ഡ്യൂ ടു പുവർ സെലക്ഷൻ. പുവർ സെലക്ഷൻ കാരണം നമ്മൾ എത്ര പേര് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഇവാലുവേറ്റ് ഹൗ എഫക്റ്റീവ് സെലക്ഷൻ മെത്തേഡ്. നമ്മൾ സെലക്ട് ചെയ്ത മെത്തേഡ് എഫക്റ്റീവ് ആണോ അല്ലയോ നോക്കും. നമ്മൾ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് സെലക്ട് ചെയ്ത എംപ്ലോയി കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് വെദർ ദ സെലക്ഷൻ ടൂൾസ് വെയർ ആക്യുറേറ്റ് ആൻഡ് പ്രോബബ്ലി വാലിഡേറ്റഡ്. നമ്മൾ യൂസ് ചെയ്ത സെലക്ഷൻ ടൂൾസ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നും കൂടി ചെക്ക് ചെയ്യും. അപ്പൊ അനലൈസ് ഓഫ് റിസൾട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ചെക്ക് ചെയ്യാണ്. വാട്ട് ആർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ന്യൂ റിക്രൂട്ട്സ്. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവല് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഹൗ മെനി വെർ റിക്രൂട്ടഡ്. നമ്മളിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് എത്ര പേര് നമ്മൾ റിക്രൂട്ട് ചെയ്തു എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിക്രൂട്ടഡ് ഹൗ മെനി ഏബിൾ ടു കംപ്ലീറ്റ് ദ പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുള്ളി. നമ്മൾ റിക്രൂട്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് എത്ര പേർക്ക് പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. What was the percentage of applicants who resigned because what was communicated to the during the interview did not match with the extant job condition. കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, റിസൈൻ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ജോബ് ഇന്റർവ്യൂയുടെ സമയത്ത് പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും അവര് മാച്ച് ചെയ്യാതെ വന്നുകൊണ്ടും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, റിസൈൻ ഇട്ടുണ്ടാവും. അത് എത്ര പേരാണ്, എത്ര പെർസെന്റേജ് ആണ് നോക്കും. What's the percentage of turnover due to inappropriate selection? Inappropriate ആയിട്ടുള്ള സെലക്ഷനിലൂടെ എത്ര പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര പേര് ജോലി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എന്ന് നോക്കും. What is the contribution of the selection method used such as test, interview, medical examination, etc. to the overall selection program? അപ്പൊ നമ്മള് സെലക്ഷൻ മെത്തേഡ് എന്തൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്തത്, ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്തത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. Did the forecast done by the selection tool rose to? നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത വ്യക്തി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് മിസ്റ്റേക്ക് വന്നു. ആ ഒരു സെലക്ഷൻ ഡിവൈസ് യൂസ്ഡ് വാലിഡേറ്റ് പ്രോപ്പർലി. നമ്മൾ യൂസ് ചെയ്ത സെലക്ഷൻ ഡിവൈസ് നല്ല രീതിയിലാണ് യൂസ് ചെയ്തത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഇതാണ് സെലക്ഷൻ ഇവാലുവേഷൻ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതിലൂടെ സെലക്ഷൻ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആവും. അനലൈസ് ഓഫ് പ്രോഗ്രാം ആൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നോക്കും. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. പിന്നെ ഫീഡ്ബാക്ക്, അനലൈസ് ഓഫ് റിസൾട്ട്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു റിസൾട്ട് അനലൈസ് ചെയ്യും, സെലക്ഷന്റെ റിസൾട്ട്. ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഏകദേശം ധാരണയിലേക്ക് നമ്മൾ എത്തും. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്. ആ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് ആൻസർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഒരു ഇവാലുവേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവും.
ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ ആണ്. സെലക്ഷന് നമ്മള് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ സെലക്ഷനും അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്, ബാരിയേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മള് ഒരുപാട് സെലക്ഷൻ അപ്രോച്ചുകൾ ഉണ്ടല്ലേ, അത് തന്നെ വൺ ഓഫ് ദ മെയിൻ ബാരിയർ ആണ്. കാരണം ഏത് മെത്തേഡ് ആണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. നോ സിംഗിൾ പെർഫെക്റ്റ് മെത്തേഡ് ടു സെലക്ട് ദ മാനേജർ ഓർ എംപ്ലോയി. ഒരു മാനേജറിനെ എംപ്ലോയിനെ സെലക്ട് ചെയ്യാനായിട്ട് എന്താണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡ് ഇല്ല. അത് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ആണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ പിന്നെ വരുന്നത് എന്താണ്, ഡിഫറെന്റ് മെത്തേഡ്സ് ആർ ഡിഫറെന്റ് റിസൾട്ട്. ഓരോ മെത്തേഡിനും ഓരോ റിസൾട്ട് ആണ് നമ്മൾ പറയുന്നത്. Our diversity of selection approach, the varieties of selection approach and the selection and the test represent that there is no one perfect way to choose the manager. ഒരു എംപ്ലോയിനെയോ മാനേജറിനെയോ സെലക്ട് ചെയ്യാനായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡ് ഇല്ല, സെലക്ഷൻ അപ്രോച്ച് ഇല്ല എന്ന് തന്നെയാണ് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള സെലക്ഷൻ അപ്രോച്ചുകളും ടെസ്റ്റും എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. Changing the organization environment. Organization keep changing over time. നമുക്കറിയാം ഓർഗനൈസേഷൻ ഒരു ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റ് സ്റ്റൈല്, വാല്യൂസ്, വർക്ക്
culture and differs. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. Selection tools cannot fully predict the future behavior of performance. നമ്മുടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഫ്യൂച്ചർ ബിഹേവിയറിനെ കുറിച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അവരുടെ എന്താ പറയുക പെർഫോമൻസ് നമുക്ക് മുൻകൂട്ടി കാണാനോ പറ്റില്ല. Second point, changing the organizational environment. Organizational environment has a tendency to change with that period of time. The organizational environment time to time change our tendency in that. The organizational environment is influenced by the designated persons. നമ്മളുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സൺസിനെയും ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. Everyone has its own working style, and as the result, they introduce a different managerial value style as and when they came into power. അപ്പോ ഡിഫറെന്റ് വർക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. ഒരു അനക്യൂനായിട്ടുള്ള വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്, യൂണിക് ആയിട്ടുള്ളത് ഓരോരുത്തരുടേതായ രീതിയിൽ. അപ്പം അവർക്ക് പുതിയൊരു മാനേജറിയൽ സ്റ്റൈൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റണം ചെയ്യാം. Thus, the techniques and instrument used for selection purpose are not a definite way to forecast the people will do. അപ്പൊ ഭാവിയിൽ അവർ എന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ചേഞ്ചസിനനുസരിച്ച് മാറാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കുമോ നമ്മൾ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ മാറ്റത്തിനെ റെസ്ട്രിക്ട് ചെയ്യോ എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഈവൻ ഇഫ് ദേ ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് ഇറ്റ്, ആ ഒരു വ്യക്തിക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പുതുതായിട്ട് വരുന്ന ചേഞ്ചസിന് അഡാപ്റ്റ് ആവണമെന്നില്ല, അവർ റെസ്ട്രിക്ട് ചെയ്യും, അതിന് എതിരെ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ടൈംലി ആയിട്ടുള്ള പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് മണി. നമുക്ക് ടൈമും മണിയും ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ രണ്ടുമാണ് എന്താ സെലക്ഷനും റിക്രൂട്ട്മെന്റും. കോസ്റ്റ് ഇൻക്ലൂഡ് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വരുന്ന ചെലവുകൾ, ഏജൻസി ഫീസ്, പിന്നെ കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽസ്, ടൈം സ്പെൻഡ്, ഇതെല്ലാം നമുക്ക് ഒരുപാട് ചെലവുകൾ വരാനായിട്ട് കാരണമാകും. സോ ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആർ ദ ടൈം ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് while taking hiring decision. നമ്മളൊരു ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ചെലവും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. It becomes necessary to recognize these elements such as advertisement expenses, agency fee, cost of the test material, time spent in the interview process, cost incurred in reference taking, medical examination, etc. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസ്, ഇതിന് വരുന്ന ടൈമും എടുക്കും, അതേപോലെ തന്നെ എക്സ്പെൻസും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പ്രിസെപ്ഷൻ ആണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാരിയർ. പ്രിസെപ്ഷൻ ആണ്. സെലക്ടേഴ്സ് മേ നോട്ട് ജഡ്ജ് ദ കാൻഡിഡേറ്റ്സ് കറക്റ്റ്ലി. നമുക്ക് ഒരാളുടെ പെർഫോമൻസ് നോക്കി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്ത വ്യക്തി, നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തി പ്രോപ്പർ ആയിട്ട് ആ വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആവണമെന്നില്ല. പേഴ്സണൽ ബയാസസ്, ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് അഫക്ട്സ് ദ ഫെയർ എന്താണ് കമ്പാരിസൺ. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ പേഴ്സണൽ ബയാസും കാരണം നമുക്ക് കമ്പയർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ സെലക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഡിഫറെന്റ് പീപ്പിൾ സീ ദ സെയിം കാൻഡിഡേറ്റ്സ് ഡിഫറെന്റ്ലി. ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളും ഒരു കാൻഡിഡേറ്റിനെ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. പെർസെപ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അനദർ ബാരിയർ ഇൻ സെലക്ടിങ് the right candidates is lack of the ability to understand others correctly. അപ്പോൾ അടുത്തൊരു ബാരിയർ എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ റൈറ്റ് കാൻഡിഡേറ്റ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കി എടുക്കാനായിട്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള എബിലിറ്റിയുടെ കുറവാകാം. സെലക്ഷൻ റിക്വയർഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടു മെഷർ ആൻഡ് കമ്പയർ റെസ്പെക്റ്റീവ് കോമ്പിറ്റൻസി ഓഫ് അതേഴ്സ്. ഓരോ എംപ്ലോയീസിന്റെയും ഇൻഡിവിജ്വൽസിന്റെയും എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ കപ്പാസിറ്റിയും കാര്യങ്ങളും കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം. With an objective of choosing the right candidates for the job. ഒരു റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. However, our views are much personalized in nature. നമ്മുടെ വ്യൂസ് എപ്പോഴും പേഴ്സണലൈസ്ഡ് ഇൻ നേച്ചർ ആവില്ല. നമ്മുടെ ആ ഒരു വ്യക്തിനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അഭിപ്രായം പറയരുത്. Everyone precise the
വേൾഡ് ഇൻ ഡിഫറെന്റ് മാനർ. ഓരോ വ്യക്തിയും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണുന്നത് പല രീതിയിലായിരിക്കും. ഒരു കാൻഡിഡേറ്റ്സിനെ തന്നെ ഒരു 3 പേരോട് ഒബ്സർവ് ചെയ്യാനോ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ 3 പേര് പറയുന്ന രീതി വ്യത്യാസമായിരിക്കും. Our restricted perception abilities clearly and uncertain barrier to logical selection of people. അപ്പൊ നമ്മുടെ പെർസെപ്ഷൻ മുൻകൂട്ടി കാണാൻ ധാരണ, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് അവരെ പ്രിസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എന്താണ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ബാരിയർ ആയിട്ടാണ് പറയുന്നത്. അപ്പോ നമ്മള് സെലക്ഷൻ ബാരിയറിൽ 4 പോയിന്റ്സ് ആണ് നോക്കിയത്. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച് വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബാരിയർ തന്നെയാണ്. നമുക്ക് ഒരുപാട് സെലക്ഷൻ അപ്രോച്ചുകളും ടെസ്റ്റുകളും ഉണ്ട്. എന്തുകൊണ്ട് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകളും ടെസ്റ്റും? കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്നും നമുക്ക് ഇന്നതാണ് പെർഫെക്റ്റ് വേ ടു സെലക്ട് കാൻഡിഡേറ്റ്സ് എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചേഞ്ചിങ് ആൻഡ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ഡേ ടു ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ നമ്മൾ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളുടെ ഓർഗനൈസേഷന് വരുന്ന മാറ്റത്തിനനുസരിച്ച് മാറാൻ കേപ്പബിൾ ആകുന്ന ഒരു വ്യക്തിയായിരിക്കണം. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് അവർ മാറാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാം. നെക്സ്റ്റ് ആണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. നമുക്കറിയാം സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈംലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമും അതേപോലെ തന്നെ മണിയും നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. റിസപ്ഷൻസ് നമ്മളുടെ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ചെയ്യാൻ പറ്റുന്ന, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? ഇന്റർവ്യൂവർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിനെ കുറിച്ച് ആ വ്യക്തിയുടെ സക്സസും കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിനെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യേണ്ട വ്യക്തി ആരായിരിക്കാം? നല്ല മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ എബിലിറ്റീസും കാര്യങ്ങളും മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു പവർ അദ്ദേഹത്തിന് വേണം. ബാരിയേഴ്സ് ടു സെലക്ഷനിൽ ആദ്യത്തെ 4 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 5th പോയിന്റ് ആണ്, ഫെയർനെസ്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സിന്റെ ഫെയർനെസ്. ചില കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫെയർനെസ് ഇൻ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മള് കുറച്ച് ഇൻഡിവിജ്വൽ ബയാസ് ഒന്നും ചെയ്യാൻ പാടില്ല. റിലീജിയൻ, റേസ്, ജെൻഡർ ഒക്കെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല.
നമ്മളിപ്പോ ഒരു ജോബിന് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇപ്പൊ ഒരു സ്ത്രീയും രണ്ട് എന്താണ് മെൻസും ആണ് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതെങ്കിൽ ചില ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, സ്ത്രീകളെ സെലക്ട് ചെയ്യില്ല, എന്താണ് പുരുഷന്മാരെയാണ് സെലക്ട് ചെയ്യാം. അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. ഇപ്പോ നമ്മള് ഡിസ്ക്രിമിനേഷൻ ഏറ്റവും കുറവുള്ളൊരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്താണ് നേഴ്സിംഗിലും ടീച്ചിങ്ങിലും മാത്രമാണ് ഡിസ്ക്രിമിനേഷൻ കുറവായിട്ട് കാണുന്നത്. ബാക്കി ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും ഡിസ്ക്രിമിനേഷൻ ഉണ്ട് കേട്ടോ. നമ്മള് ജെൻഡറിന്റെ ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്തായാലും നമ്മൾ ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യും. സ്ത്രീകള് കോമൺലി ഫേസ് ചെയ്യാറ്. കാരണം നമ്മൾ പെട്ടെന്ന് ലീവ് എടുക്കും. കാരണം വീട്ടിൽ എന്തെങ്കിലും എമർജൻസീസ് വരുമ്പോഴോ കുട്ടികൾക്ക് വയ്യാണ്ടാവുമ്പോഴോ നമ്മൾ ലീവ് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ജോബ് തരാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമുക്ക് കമ്മിറ്റ്മെന്റ് കുറവാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ജോബ് തരാത്തത്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ നമുക്കാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് എന്നുള്ളത്. കാരണം നമ്മളാണ് ഫാമിലിനെ കുറിച്ചിട്ട് കമ്മിറ്റ്മെന്റ്സും നമ്മുടെ ജോബിനെ കുറിച്ച് നല്ല രീതിയിൽ ബോധേഡ് ആണ് എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ കോമൺലി ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയുക, എനിക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ മേ ഒക്കേഴ്സ് ബേസ്ഡ് ഓൺ ജെൻഡർ, ഏജ്, റിലിജൻ, റേസ് എക്സെട്ര. റിലിജന്റെ ബേസിൽ, റേസിന്റെ ബേസിൽ, ജെൻഡറിന്റെ ബേസിലൊക്കെ ഡിസ്ക്രിമിനേഷൻ വരും. ചില സ്കൂളുകളിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു സ്കൂൾ ഏതൊരു കമ്മ്യൂണിറ്റിയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുന്നത്. ചില ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യില്ല. അപ്പൊ തന്നെ നമ്മുടെ ഡിസ്ക്രിമിനേഷൻ വരും. അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വുമൻസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ് ഇൻ കോമൺ. നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയും സ്ത്രീകളെയും എന്താണ് അണ്ടർ റെപ്രസെന്റേഷൻ ചെയ്യാറുണ്ട്. അവരെ നമ്മൾ സെലക്ട് ചെയ്യാറില്ല. ബയാസ്ഡ് ജോബ് അഡ്വർടൈസ്മെന്റ് ഓൾസോ അഫക്ട് ഫെയർനെസ്. വെച്ചിട്ടുണ്ടെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള ജോബ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു സുതാര്യതയെ നഷ്ടപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാരിയേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.